ഹലോ, ഞാൻ ഡോക്ടർ മിനു. തൊടുപുഴ ഹോളി ഫാമിലി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഒബ്സ്ട്രീഷ്യൻ, ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ലാപ്പറോസ്കോപ്പിക് സർജനാണ്. ഇന്ന് ഗർഭാവസ്ഥയിലുണ്ടാകുന്ന ഡയബറ്റിസിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഗർഭാവസ്ഥയിൽ സാധാരണ രണ്ട് രീതിയിൽ ഷുഗർ ലെവൽസ് അധികമായിട്ട് കാണാറുണ്ട്. ഒന്ന്, പ്രഗ്നൻസി പോസിറ്റീവ് ആവുന്നതിന് മുമ്പേ ഷുഗർ ഉള്ളവർ, അതിന് ഓവേർട്ട് ഡയബറ്റിസ് എന്ന് പറയും. അതുപോലെ പ്രഗ്നൻസിക്ക് മുന്നേ ഷുഗർ ലെവൽസ് നോർമലായിരിക്കും. അവർ പ്രഗ്നൻസി തുടങ്ങി ഒരു 20 വീക്സ് ഒക്കെ ആകുമ്പോഴത്തേനും നമ്മൾ ബേസിക് ഇൻവെസ്റ്റിഗേഷൻസ് നോക്കുമ്പം അതിൽ ഷുഗർ കാണപ്പെടുന്നതായിട്ട്, അപ്പോൾ അതിന് നമ്മൾ ഗെസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയും. ഇന്ന് നമ്മൾ മെയിൻലി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഗെസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് ആണ്. അതായത് പ്രഗ്നൻസി കൺഫേം ആയതിനു ശേഷം ഡയബറ്റിക് ആയിട്ട് കാണപ്പെടുന്ന പേഷ്യൻസ്. ഇതിൽ എല്ലാവർക്കും അങ്ങനെ ഒരു ഡയബറ്റിസ് ഉണ്ടാവാനുള്ള സാധ്യതകൾ ഇല്ല പ്രഗ്നൻസിയിൽ. ചില പേഷ്യൻസ് ഹൈലി പ്രോൺ ആയിരിക്കും, അവരുടെ ജെനറ്റിക്സ് കൊണ്ട് അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഉണ്ട്. അതായത് പാരൻസിന് ഡയബറ്റിസ് ഉള്ളവരാണെങ്കിൽ, അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ ഓൾറെഡി ഡയബറ്റിസ് ഉള്ളവരാണെങ്കിൽ അവരുടെ മക്കൾ പ്രഗ്നൻ്റ് ആവുമ്പം പ്രഗ്നൻസിയിൽ ഡയബറ്റിസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ ഉള്ള ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്, ഇതിന് മുന്നേ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അബോർഷൻസ് ഒക്കെ ഉള്ളൊരു പേഷ്യൻ്റ് ആണെങ്കിൽ അവരെ നമ്മൾ കുറച്ചും കൂടെ കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്യേണ്ടതാണ്. കാര്യം അവർക്ക് ക്യാൻ ബി പ്രോൺ ഫോർ ഡയബറ്റിസ്, അവരുടെ ഒരു ജെനറ്റിക്സ് ക്യാൻ ബി പ്രോൺ ഫോർ ഡയബറ്റിസ്. പിന്നെ ഉള്ളൊരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്, ഇപ്പോൾ പ്രീവിയസ് പ്രഗ്നൻസിയിൽ അവർക്ക് ഷുഗർ ലെവൽസ് അധികമായിരുന്നു, അല്ലെങ്കിൽ ഡയബറ്റിസ് ഓൾറെഡി ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ഫസ്റ്റ് ബേബി ഒരു 4 kg അടുപ്പിച്ചോ അല്ലെങ്കിൽ 4 kgക്ക് മുകളിൽ തൂക്കമുള്ള ഒരു ബേബിയാണ് അവർ ഡെലിവർ ചെയ്തതെന്നുണ്ടെങ്കിൽ അവർക്ക് ചാൻസസ് കൂടുതലാണ്. അതുപോലെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ കാരണങ്ങൾ കൃത്യമായി കണ്ടുപിടിക്കപ്പെടാതെ രീതിയിൽ പ്രഗ്നൻസി ഒരു IUD, അതായത് ഗർഭാവസ്ഥയിൽ തന്നെ ശിശു ഉള്ളിൽ മരിക്കുന്ന ഒരവസ്ഥ, അങ്ങനെ എന്തെങ്കിലും അവർക്കൊരു പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെല്ലാം ഒരു ഡയബറ്റിസിന് അറ്റ് റിസ്ക് പേഷ്യൻസ് ആണ്. അവരെല്ലാം ക്യാൻ ബി പ്രോൺ ഫോർ ഡയബറ്റിസ്. സോ ഇങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ കുറച്ചും കൂടെ കെയർഫുള്ളായിട്ട് മോണിറ്റർ ചെയ്യണം. ഇപ്പോൾ പേഷ്യൻ്റ് നമ്മുടെ ആൻറ്റിനേറ്റൽ പേഷ്യൻസ് വരുമ്പോൾ തന്നെ അവരുടെ പ്രോപ്പർ ഹിസ്റ്ററി എടുക്കണം, റെക്കോർഡ് ചെയ്യണം. ഫസ്റ്റ് ബേസിക് ഷുഗർ ലെവൽസ് നമ്മൾ നോട്ട് ചെയ്യണം. ഷുഗർ ലെവൽസ് നോർമൽ ആണെങ്കിലും ഫർദർ അവരുടെ ഫോളോ അപ്പിൽ ഏകദേശം ഒരു 20 വീക്സ് ആവുമ്പം അവരെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻസിന് വിധേയരാക്കണം. അപ്പോൾ നോർമൽ എല്ലാ പേഷ്യൻസിനും നമ്മൾ സാധാരണ ചെയ്യുന്ന ടെസ്റ്റ് ഗ്ലൂക്കോസ് ചലഞ്ച് ടെസ്റ്റാണ്. അതായത് നമ്മൾ പ്രത്യേകിച്ച് ഫാസ്റ്റിംഗ് ഒന്നും ഇല്ലാതെ പേഷ്യൻ്റ് OPയിൽ വരുമ്പം ഒരു 50 ഗ്രാം ഗ്ലൂക്കോസ് കുടിച്ചിട്ട് ഒരു 1 അവറിന് ശേഷം സാമ്പിൾ എടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വിടും. അതാണ് നമ്മൾ സാധാരണ എല്ലാ പേഷ്യൻസിനും, ഹൈ റിസ്ക് പേഷ്യൻസ് ആണെങ്കിലും ലോ റിസ്ക് പേഷ്യൻസ് ആണെങ്കിലും എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന ടെസ്റ്റ് GCT ആണ്. GCTയിൽ, അതായത് ഗ്ലൂക്കോസ് ചലഞ്ച് ടെസ്റ്റിൽ അതിൻ്റെ ഷുഗർ ലെവൽസ് 1 അവറിന് ശേഷമുള്ള ലെവൽസ് 140, 140 മുകളിലാണെന്നുണ്ടെങ്കിൽ ദേ ആർ സബ്ജക്റ്റഡ് ടു OGTT, അതായത് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. അപ്പോൾ നമ്മൾ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് OGCTയിൽ പോസിറ്റീവായ പേഷ്യൻസിനും അതുപോലെ തന്നെ ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള പേഷ്യൻസിനുമാണ് OGTT ചെയ്യുക. അതിലും നമുക്കൊരു പോസിറ്റീവ് റിസൾട്ടാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഫാസ്റ്റിംഗ് ഒരു 100ന് മുകളിലും ഫസ്റ്റ് അവർ, അതായത് ഗ്ലൂക്കോസ് കുടിച്ച് അതിൽ 75 ഗ്രാം ഗ്ലൂക്കോസാണ് കുടിക്കുന്നത് സാധാരണ, അതിനുശേഷം ഫസ്റ്റ് അവറിലുള്ള ഷുഗർ ലെവൽസ് ഒരു 120ക്ക് മുകളിലും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഡയബറ്റിസ് പ്രോൺ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. ഫർദർ അവർക്ക് നമ്മൾ ന്യൂട്രീഷണൽ മോഡിഫിക്കേഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കും, ഡയറ്റ് മോഡിഫിക്കേഷൻസ്, ഫിസിക്കൽ ആക്ടിവിറ്റി, എക്സസൈസ് ഒക്കെ പറഞ്ഞു കൊടുക്കും. എപ്പോഴും നമുക്ക് ഫസ്റ്റ് റിസോർട്ടായിട്ട് ഡയറ്ററി മോഡിഫിക്കേഷൻസ് വെക്കാവുന്നതാണ്. സോ ഒരു 2 വീക്സ് നമ്മൾ അവർക്ക് ടൈം കൊടുക്കും. അഗെയിൻ 2 വീക്സ് കഴിഞ്ഞ് കഴിയുമ്പം ഫാസ്റ്റിങ്ങും പോസ്റ്റ് പ്രാൻഡിയൽ, അതായത് ഭക്ഷണത്തിന് ശേഷമുള്ളതും ഭക്ഷണത്തിന് മുമ്പുള്ള ഷുഗർ ലെവൽസ് ടെസ്റ്റ് ചെയ്ത് അതിൽ അഗെയിൻ ഹൈ വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അധികം വെയിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളില്ല. വി ക്യാൻ സ്റ്റാർട്ട് ഓൺ മെഡിക്കേഷൻസ്. അപ്പോൾ മെറ്റ്ഫോമിനാണ് സാധാരണ നമ്മൾ പ്രഗ്നൻസിയിൽ കൊടുക്കാറുള്ള മെഡിസിൻസ്. അത് ഏറ്റവും ബേസ് ലൈനിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അഗെയിൻ ഒരു 2 വീക്സ് നമ്മൾ ടൈം കൊടുക്കും. നോക്കി അഗെയിൻ ഷുഗർ ലെവൽസ് അധികമാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ യൂഷ്വലി ഫോളോ ചെയ്യുക. അൺകൺട്രോൾഡ് ആയിട്ട് മെറ്റ്ഫോമിനിലും കൺട്രോൾ ഇല്ലാതെ പോകുന്ന ഷുഗർ ലെവൽസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യും. പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്ത് ഇൻസുലിൻ ലെവൽസ് ക്രമീകരിക്കണം. ആദ്യം പേഷ്യൻ്റെ ബ്ലഡ് ഷുഗർ ലെവൽസ് വെച്ച് നോക്കിയിട്ട്, അതായത് ഒരു 4 സാമ്പിൾസാണ് സാധാരണ രീതിയിൽ നമ്മൾ എടുക്കുക ഒരു ദിവസം. ഫാസ്റ്റിംഗ് ഒരു സാമ്പിൾ, പോസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് 1 അവർ കഴിഞ്ഞിട്ടുള്ളൊരു സാമ്പിൾ,
ലഞ്ചിന് ശേഷം 1 hour കഴിഞ്ഞിട്ടൊരു സാമ്പിൾ, പിന്നെ ഡിന്നറിന് ശേഷം 1 hour കഴിഞ്ഞിട്ടൊരു സാമ്പിൾ. ഇങ്ങനെ 4 സാമ്പിൾസ് നമ്മൾ ഒരു ദിവസം ടെസ്റ്റ് ചെയ്യും. ആ ടെസ്റ്റിൻ്റെ റിസൾട്ട്സ് ബേസ് ചെയ്തിട്ട് നമ്മളൊരു ഇൻസുലിൻ നമ്മൾ സെറ്റ് ചെയ്യും പേഷ്യൻറ്റിന് വേണ്ടിയിട്ട്. വൺസ് ദേ ആർ ഓക്കെ വിത്ത് ദാറ്റ് ഇൻസുലിൻ ലെവൽസ് നമ്മൾ അവരെ ഡിസ്ചാർജ് ചെയ്യും. ദേ ക്യാൻ കണ്ടിന്യൂ അറ്റ് ഹോം, വീട്ടിൽ തന്നെ അവർക്ക് തനിയെ ഇൻസുലിൻ എടുക്കാവുന്നതാണ്. ഇനി ഇങ്ങനെയുള്ള പേഷ്യൻസ്, പിന്നെ ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ പേഷ്യൻസ് അണ്ടർ ഫോളോ അപ്പ് ആയിരിക്കണം, സർവൈലൻസ് ആയിരിക്കണം. കൃത്യമായിട്ട് അവർ ബേബിയുടെ മൂവ്മെൻറ്റ്സ് മോണിറ്റർ ചെയ്യണം. എനി ടൈം ബേബി മൂവ്മെൻറ്റ്സ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റലിൽ വരണം. ഹാർട്ട് റേറ്റ്സ് ചെക്ക് ചെയ്ത് സ്കാൻ ചെയ്ത് ഉറപ്പ് വരുത്തണം അവർക്കൊരു ബേബി മൂവ്മെൻറ്റ്സ് കുറവാണെന്ന് തോന്നിയാൽ. ഇനി എത്രാമത്തെ ആഴ്ചയിലാണ് നമ്മൾ ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിനെ എപ്പോഴും അവർ ചോദിക്കുന്നതാണ്, എത്രാമത്തെ ആഴ്ച വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെൽ കൺട്രോൾഡ് ആയിട്ട് പോകുന്ന ഡയബറ്റീസ് ആണ്, അപ്പം മെഡിക്കേഷൻസ് ഒന്നും ആവശ്യമില്ല, ഡയറ്റിൽ തന്നെ വെൽ കൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 40 വീക്സ് വരെ വെയിറ്റ് ചെയ്യാം. 40 വീക്സ് ആയിട്ടും അവർക്ക് തനിയെ പെയിൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇൻഡ്യൂസ് ചെയ്താൽ മതി. അതല്ല മെഡിക്കേഷൻസ് ആവശ്യമായിട്ട് വരുന്ന കണ്ടീഷൻസിൽ, അതായത് ഹൈ ഡോസ് ഓഫ് മെറ്റ്ഫോമിൻ അല്ലെങ്കിൽ ഇൻസുലിൻ, അതല്ലെങ്കിൽ അൺകൺട്രോൾഡ് ആയിട്ട് തന്നെ ഷുഗർ ലെവൽസ് എന്നിട്ടും അൺകൺട്രോൾഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. 38 വീക്സ് മാക്സിമം. 38 വീക്സ് ആകുമ്പോഴത്തേനും നമുക്ക് പെയിൻ വരാനുള്ള മെഡിക്കേഷൻസ് തരാം. ഇപ്പോൾ പ്രീവിയസ് സിസേറിയൻ എങ്ങാനും ആണെങ്കിൽ നമുക്ക് 38 വീക്സ് കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞ് കഴിയുമ്പം സിസേറിയൻ ചെയ്ത് ബേബിയെ പുറത്തെടുക്കാം. ഇനി ഷുഗർ വരുന്നതുകൊണ്ട് എന്താ പ്രോബ്ലം എന്നുള്ളതാണ്. ബേബിക്കും മദറിനും ഉള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ്? അപ്പോൾ ബേബിക്ക് സാധാരണ വരുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, ബേബിക്ക് സാധാരണ വെയിറ്റ് കൂടും. ഒരു 4 kg അല്ലെങ്കിൽ 4.5 kg ഒക്കെ വെയിറ്റ് കൂടി വരാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സഡൻ IUD വരാനുള്ള സാധ്യതയുണ്ട്. പ്രഗ്നൻസി സ്റ്റേജിൽ തന്നെ യൂട്രസിൻ്റെ അകത്ത് വെച്ച് ബേബി മരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മദറിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ, ഷുഗർ ലെവൽസ് സാധാരണ അൺകൺട്രോൾഡ് ആയിട്ട് നിൽക്കുന്ന മദേഴ്സിൽ അവസാന മാസങ്ങൾ എത്തുമ്പോഴത്തേനും അസോസിയേറ്റഡ് ആയിട്ട് BP കൂടി വരാനും അതിൻ്റെ ഫലമായിട്ട് ഫിറ്റ്സ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യുന്ന ഒരു അമ്മയാണെന്നുണ്ടെങ്കിൽ ബേബി വെയിറ്റ് കൂടുന്നതുകൊണ്ട് തന്നെ ഒരു ഷോൾഡർ ഡിസ്റ്റോഷ്യ എന്ന് പറയുന്നൊരു കണ്ടീഷനുണ്ട്. ബേബിയുടെ തല പുറത്തേക്ക് വരും, തോൾ ഭാഗം പുറത്തേക്ക് ഇറങ്ങി വരാൻ ബുദ്ധിമുട്ട് വരും. സോ അത് ബോത്ത് മദറിനും ബേബിക്കും ജീവന് തന്നെ അപകടം ഉണ്ടാക്കാവുന്ന കണ്ടീഷനാണ്. പിന്നെ വേറൊരു റിസ്ക് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമിതമായിട്ടുള്ള രക്തസ്രാവം. ഡെലിവറിക്ക് ശേഷം അമിതമായിട്ട് ബ്ലഡ് ലോസ് വരാനോ അല്ലെങ്കിൽ രക്തസ്രാവം ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ ഉള്ളൊരു റിസ്ക് ഫാക്ടർ, മദറിന് ഡെലിവറി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പം സാധാരണ രീതിയിൽ പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന ഷുഗർ ലെവൽസ് കുറഞ്ഞു വരും. ഒരു നെക്സ്റ്റ് ഡേ തന്നെ യൂഷ്വലി ഷുഗർ ലെവൽസ് കുറവായിരിക്കും മദറിന്. അപ്പം നോർമൽ കേസിൽ പിന്നെ അവർ ജസ്റ്റ് ഫോളോ അപ്പിൽ മാത്രം ഇരുന്നാൽ മതി. ഒരു 6 വീക്സും കൂടെ കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ അഗെയിൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്യണം, അതായത് അവർ ഓവർ ഡയബറ്റീസ് അല്ല എന്നുള്ളത്, അതായത് അഗെയിൻ അവരുടെ ഷുഗർ ലെവൽസ് ഹൈ അല്ല എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം. പിന്നെ ബേബിക്ക് പോസ്റ്റ് ഡെലിവറിക്ക് ശേഷം ബേബിക്ക് ഉണ്ടാകുന്ന വേറെ കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് എന്താണെന്ന് വെച്ചാൽ, ശ്വാസം മുട്ട് കൂടി ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഡയബറ്റിക് മദേഴ്സിന് ഉണ്ടാകുന്ന ബേബിക്ക്. അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ ലെവൽ, മഗ്നീഷ്യത്തിൻ്റെ ലെവലൊക്കെ ബോഡിയിൽ കുറഞ്ഞു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പെട്ടെന്ന് തന്നെ ബേബി ഹൈപ്പോഗ്ലൈസീമിയയിൽ പോകും. അതായത് ഡെലിവറിക്ക് ശേഷം ബേബിയുടെ ബോഡിയിലെ ഷുഗർ ലെവൽസ് വളരെ ലോ ആയി പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മദേഴ്സിനോട് ഫീഡിങ് തുടങ്ങാനായിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഇനി ഡെലിവറിയും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, 42 ഡേയ്സ് പാസ് ചെയ്തു. 6 വീക്സിന് ശേഷം നോക്കുമ്പോഴും മദറിന് ഷുഗർ ലെവൽസ് നോർമലായിട്ടുണ്ട്. അഗെയിൻ മദർ സേഫ് ആണോ? സേഫ് തന്നെയാണ്. പക്ഷെ ഒരു ഫർദർ ലൈഫിൽ അവർക്കുള്ള റിസ്ക് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 40% ഓഫ് ദ വുമൺ ഇങ്ങനെ GDM ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഗെസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടാവുന്ന ഒരു 40% വുമണിന് അവരുടെ ലൈഫിൽ ഡയബറ്റിക് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സോ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് പറയാനുള്ളത്. താങ്ക് യു.